ഹലോ ഗൈസ്, ഇഫാ മേക്കവറിലേക്ക് സ്വാഗതം. അതെ, ഞാനും ആൻറ്റിയും കുറേ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്തിരുന്നൊരു ബ്രൈഡൽ ഷൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി അത് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മേക്കപ്പും കാര്യങ്ങളും സ്കിൻ പ്രെപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ ഷൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ സാരി കഴിഞ്ഞു. ഇത്ര നേരം പറഞ്ഞു കുറച്ചൊക്കെ വെക്കാവോ? വേണ്ടതായിരുന്നു. നല്ല ബാക്കിക്ക് വലിച്ചിട്ട് ഇത്തിരി അങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സാരി, ബ്ലൗസ് എവിടെ നിന്ന് വെച്ച്? ബ്ലൗസ് ഇതാ അനിത പറയും. പൊട്ടിക്കിന്റെ പേര് പറയുന്നത് എനിക്കറിയില്ല. നല്ല ഹെവിയിൽ വേണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. വേഗം ആൻറ്റി, എന്റെ ചെക്കൻ അവിടെ വെയിറ്റ് ചെയ്യുവാ. ചെക്കാട് നിൽക്കി ഞങ്ങൾക്ക് വരാം. അതെത്ര നേരായി. എപ്പോഴും അതെ, ഓരോ ഷൂട്ട് ചെയ്യും, ഓരോ ബ്രൈഡൽ ലുക്ക് ചെയ്യും. ചെക്കനെ മാത്രം ഇവർ തരില്ല. ഇവരെല്ലാം ബാക്കി എല്ലാവരും പ്രൊവൈഡ് ചെയ്യും, ചെക്കനെ മാത്രം തരില്ല. അതെവിടുത്തെ ന്യായ? ഇന്ദിര പൊട്ടിക്കുന്നതാണ് കേട്ടോ. നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുന്നത് ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ആയുഷ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. നമ്മുടെ ഒറ്റപ്പാലത്തെ ആയുർവേദ ആയുഷ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ഫേമസ് ആയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് പിക്സ് ഇവിടെ നിന്ന് എടുക്കുക, റീലൊക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ നമ്മുടെ രാജേഷിന് ഈ ലൊക്കേഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഷൂട്ട് ഇവിടെ വെച്ച് പ്ലാൻ ചെയ്തു. ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ആയുഷ് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ രാജേഷിന് ഈ ഹോസ്പിറ്റലത്തെ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ ഒരു കോസ്റ്റ്യൂമിന് മാച്ചിങ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ എടുത്തു കേട്ടോ. അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാൻ സീനത്ത് ഇഫ മേക്കവർ എന്ന 2 പേജ് ഉണ്ട് എനിക്ക്. അതൊക്കെ നിങ്ങൾ കാണണം. നല്ല നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ അതിൽ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി രാജേഷേട്ടൻ ഫോട്ടോസും വീഡിയോസൊക്കെ തരുമ്പോൾ ഞാൻ വീഡിയോസും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ആൻഡ് പാക്കപ്പ് ആയി ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഡീറ്റെയിൽസും. നമുക്ക് സാരി ആൻഡ് ബ്ലൗസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സാരി ആൻഡ് ബ്ലൗസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദിര ബൊട്ടീക്ക് എന്നായിരുന്നു. പിന്നെ മേക്കപ്പ് ഒബ്വിയസ്ലി നമ്മുടെ ഇഫ മേക്കവർ. ജ്വല്ലറി അമോഹ ബ്രൈഡൽ ജ്വല്ലറി എന്നായിരുന്നു. പാലക്കാടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. സോ എല്ലാവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വരുന്ന ബ്രൈഡ്സും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുക.